it didn't even cross my mind to think about hair removal. ഹിർസ്യൂട്ടിസം അഥവാ സ്ത്രീകളിൽ കണ്ടുവരുന്ന പുരുഷന്മാരിലെ പോലുള്ള മുടി വളർച്ച, അത് മുഖത്താകാം, ചിലപ്പോൾ അതായത് താടിയിലാകാം, അത് നമ്മുടെ ഒരു അപ്പർ ലിപ്പിലാകാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്തിലുമാകാം. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലമായിട്ട് ഒരു പേഷ്യൻ്റ് ഈ അടുത്തിടയ്ക്ക് എന്നെ ഒരു 1 month മുമ്പ് കാണുകയുണ്ടായി. ആ യുവതി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോവുകയും അവിടെ നിന്ന് മൾട്ടിപ്പിൾ സെഷൻസ് ഓഫ് ലേസേഴ്സ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. പേഷ്യൻറ്റിൻ്റെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെയാണ് ആ പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻസിൽ എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്നാണ്? ഹിർസൂട്ടിസം അല്ലെങ്കിൽ അമിതമായ മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു സിംപ്റ്റമാണ്. ശരിക്കും അതൊരു അസുഖം മാത്രമല്ല, അത് ചില അസുഖങ്ങളുടെ ലക്ഷണമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോണൽ ഇംബാലൻസ്, അതായത് PCOD അല്ലെങ്കിൽ PCOS എന്നൊക്കെ പറയുന്ന ഡിസീസസിന്റെ പാർട്ടായിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് ആകാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ലേസർ ചെയ്യുമ്പോൾ പുറത്തേക്ക് വന്ന മുടിയെ മാത്രമാണ് അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ആ പാറ്റേണിലുള്ള ഹെയർ ഗ്രോത്ത് കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ അണ്ടർലൈൻ കോസായ ഹോർമോൺ ചേഞ്ചസും കൂടി കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ അതിൻ്റെതായ ഇൻവെസ്റ്റിഗേഷൻസും അഡിക്വേറ്റ് ആയൊരു ട്രീറ്റ്മെൻറ്റും ഈ ലേസർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് വിചാരിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ.